മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ണനെ കാണാനെത്തുന്ന മഹാലക്ഷ്മിയെ കണ്ണൻ കാണാൻ ഇഷ്ടമില്ലാതെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? തന്നെ കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് കണ്ണേട്ടനോട് സംസാരിക്കണം. ഇനിയും ഈ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൂടെ ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ കണ്ണൻ ആകെ വല്ലാതെയാകുന്നു. പിന്നീട് മഹാലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. കണ്ണേട്ടനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും സമാധാനമുണ്ടാകില്ല. എനിക്ക് ഒന്ന് ശാന്തമായി ഉറങ്ങാൻ പോലും കഴിയില്ല. തിരിഞ്ഞു മറിഞ്ഞുമാണ് ഞാൻ നേരം വെളുപ്പിച്ചത്. എന്നാലും സാരമില്ല, കണ്ണേട്ടൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് മഹി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കണ്ണൻ പറയുകയാണ്. പക്ഷേ കണ്ണന് മഹാലക്ഷ്മിയോട് സഹതാപം തോന്നുന്നുവെങ്കിലും അത് മഹിക്ക് മുന്നിൽ കാണിക്കാതിരിക്കുകയാണ് കണ്ണൻ. ഈ മുറിവുണങ്ങാൻ ഇനിയും സമയമെടുക്കും, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടേക്ക് വന്നാലും എൻ്റെ മുന്നിലോട്ട് വരരുതെന്ന് കണ്ണൻ പറയുമ്പോൾ മഹി അങ്ങ് ഇല്ലാതായി പോവുകയാണ്. അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുന്ന മഹിയെ വല്ലാത്ത ഒരു സങ്കടത്തിൽ കണ്ണൻ നോക്കുന്നുണ്ടെങ്കിലും കണ്ണൻ്റെ വാശി അതിനനുവദിക്കുന്നില്ല. അതേസമയം തിരിച്ചു പോകുന്ന മഹിയെ വാമദേവൻ വിളിക്കുന്നു. ക്യാഷ് റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹിയാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സാവകാശം തരണം. എൻ്റെ അക്കൗണ്ടിൽ നിന്നും പൈസ പോകുമ്പോൾ കണ്ണേട്ടൻ അതേക്കുറിച്ച് അന്വേഷിക്കും. ആർക്കാണ് പൈസ കൊടുത്തതെന്ന് ചോദിക്കും. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്യാഷായിട്ട് കയ്യിൽ തന്നാൽ മതിയെന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്ന്. സാവകാശമൊന്നും തരാൻ പറ്റില്ല, കൂടിപ്പോയാൽ 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ സാവകാശം തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അതേസമയം അങ്ങോട്ട് വരുന്ന സീമന്തിനിയാണെങ്കിൽ, നിങ്ങളിങ്ങനെ അവളെ ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും കണ്ണനോട് തുറന്നു പറയും. അതോടുകൂടി നിങ്ങളുടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ കൂടെ കിട്ടാതെയാകുമെന്ന് പറയുമ്പോൾ അതൊന്നും അവൾ പറയില്ല സീമന്തിനി. അവൾ അതൊന്നും പറയാതിരിക്കാനായിട്ട് ഞാൻ എല്ലാ തരത്തിലും അവളെ പൂട്ടിയിരിക്കുകയാണെന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ട്. ലേഖയാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹി ആരെ കാണാനായിരിക്കുമോ പോയിരിക്കുന്നത്? എന്താണെങ്കിലും മഹി കണ്ണേട്ടനെ എങ്ങാനും കാണാനായിരിക്കും പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതേ, കണ്ണനെ തന്നെയായിരിക്കും കാണാൻ പോയിരിക്കുന്നത്. ഞാനിപ്പോൾ മാർക്കോനെ വിളിച്ചു, പക്ഷേ അവനെ കാണാനായിട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മഹി എത്തുന്നുണ്ട്. അങ്ങനെ മഹിയെ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ലേഖ അങ്ങോട്ട് എത്തുമ്പോഴേക്കും മഹി പെട്ടെന്ന് തന്നെ തല കറങ്ങി വീഴുകയാണ്. അങ്ങനെ ലേഖയും അനന്തവും കൂടെ പെട്ടെന്ന് തന്നെ മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ വാശിയാണ് ഇതിനെല്ലാം കാരണം. മഹി അവനെ കാണാൻ ചെന്നപ്പോഴേക്കും അവനാണെങ്കിൽ ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ടായിരിക്കും. അവൻ്റെ അച്ഛനെ ഓർത്ത് സങ്കടപ്പെട്ടതുപോലെ അവൻ ഇനി മഹിയെയും കുഞ്ഞിനെയും ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരവസ്ഥയായിരിക്കും വരാനിരിക്കുന്നതെന്നെല്ലാം അനന്ത് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുന്ന ഡോക്ടറോട് മഹിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറാണെങ്കിൽ മഹിയെ പരിശോധിക്കുന്നു. അങ്ങനെ മഹിക്കാണെങ്കിൽ വല്ലാത്ത ഒരു ശ്വാസം മുട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നല്ല കെയർ കൊടുക്കേണ്ട സമയമാണെന്നും അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്നെല്ലാം നഴ്സുമാരോട് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോകുകയാണ്. അതേസമയം മഹി വന്നു പോയതിന് ശേഷം മഹിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയാണ് കണ്ണൻ. മഹി എന്ത് തെറ്റ് ചെയ്തു? മഹി ഇത് മാത്രമല്ലേ എന്നോട് പറയാതിരുന്നിട്ടുള്ളൂ? അയാൾ ആ തെറ്റ് എന്നോട് ഏറ്റുപറയുകയും ചെയ്തല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അയാളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നെല്ലാം സ്വയം ചിന്തിച്ചെടുക്കുകയാണ് കണ്ണൻ. പിന്നീട് ഡോക്ടറാണെങ്കിൽ തോമസ് വൈദ്യനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ എന്താണെങ്കിലും ഈ കാണിച്ചത് അത്ര നല്ലതല്ല. കണ്ണനെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിലോട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ കുട്ടിക്ക് ഇപ്പോൾ കണ്ണൻ്റെ പ്രസൻസാണ് വേണ്ടത്. അതുകൊണ്ട് ഇനി കണ്ണന് മാത്രമേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളോട് വന്ന് കാണാൻ പറയിച്ചായ എന്നെല്ലാം പറയാണ് ഡോക്ടർ. ഡോക്ടറാണെങ്കിൽ തോമസ് വൈദ്യൻ്റെ സഹോദരി കൂടിയാണ്. പിന്നീട് പുറത്ത് കാത്തുനിന്ന അനന്തുവിനോടും ലേഖയോടുമായിട്ട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, കണ്ണനോട് എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണാനായിട്ട് പറയണം. അയാളുടെ ഈ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മഹാലക്ഷ്മിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ലേഖ ചോദിക്കുന്നുണ്ട്, മഹിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴേക്കും തോമസ് വൈദ്യനാണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇപ്പോൾ മഹിക്ക് ശ്വാസം എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് മഹിയുടെ കുഞ്ഞിനു കൂടെ ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ണൻ്റെ പ്രസൻസ് തന്നെ വേണം ആ കുട്ടി തിരിച്ച് ജീവിതത്തിലോട്ട് വരാനായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് തോമസ് വൈദ്യൻ തന്നെ കണ്ണനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ ഭാര്യ ICUവിലാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിൽ വന്ന് കാണാനായിട്ട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. തോമസ് വൈദ്യനാണെങ്കിൽ നേരിട്ട് പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ആകുകയാണ്. തനിക്ക് എന്ത് പറ്റി കണ്ണാ? തൻ്റെ അവഗണന കൊണ്ട് മാത്രമാണ് മഹിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. താൻ ഒരിക്കലും ഇങ്ങനെ മഹിയോട് പെരുമാറരുതായിരുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. എൻ്റെ മഹിക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവും സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണൻ എത്രയും പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് പോകുന്നു. അങ്ങനെ അമ്പലത്തിൽ വെച്ച് തന്നെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള ആ അമ്മയെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ അമ്മയെ കാണുന്നതും വളരെ സന്തോഷമാകുന്ന കണ്ണനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അമ്മ
പറയുന്നുണ്ട്, മോനൊന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലായി, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല, എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് ചെന്ന് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് അമ്മ. ഹോസ്പിറ്റലിൽ എത്തുന്ന കണ്ണനെ കാണുന്നതും അനന്തുവിനാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം ഉണ്ടാകുകയാണ്. അനന്ത് പറയുന്നുണ്ട്, നിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് മഹിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മഹിയെ ഒരു തരത്തിലും വേദനിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു, പിന്നെ നീ ഇങ്ങനെയല്ല ഇത്രത്തോളം അവഗണിച്ചത് കൊണ്ട് മാത്രമാണ് മഹിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്നെല്ലാം പറയുമ്പോഴേക്കും തോമസ് വൈദ്യനും അത് കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ മഹിയെ കാണാനായിട്ട് എത്തുന്ന കണ്ണനാണെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ അവഗണന എനിക്ക് ഒരിക്കലും താങ്ങാനായിട്ട് സാധിക്കില്ല. കണ്ണേട്ടൻ എന്നെ എന്ത് പറഞ്ഞാലും കണ്ണേട്ടൻ്റെ കൂടെ തന്നെയുള്ള ജീവിതമാണ് എനിക്ക് സന്തോഷം തരുന്നത് എന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷം ആകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.